പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 തിരുവചനം പറയുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നാം ഭൂമിയിൽ മരിച്ചാലും സ്വർഗത്തിൽ ജീവിക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് മരണത്തിന് അപ്പുറമുള്ള ജീവൻ്റെ ഉറപ്പാണ്. ഇരുട്ടിന് ശേഷം പ്രകാശം ഉണ്ടാകുന്നത് പോലെ, വേദനയ്ക്ക് ശേഷം ആശ്വാസമുണ്ടാകുന്നത് പോലെ നമ്മുടെ നിത്യമായ ഭവനം സ്വർഗമാണെന്നും ആ പ്രത്യാശയിൽ നാം ജീവിക്കണമെന്നും യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മരണത്തിൻ്റെ ഇരുളടഞ്ഞ കല്ലറകളെ ഭേദിച്ച് പ്രത്യാശയുടെ പ്രഭ ചൊരിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ആ പ്രതീക്ഷയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും മഹത്തായ പ്രഖ്യാപനമാണ് ഈ തിരുവചനം, മരിച്ചാലും ജീവിക്കും എന്നുള്ളത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:13 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടങ്ങളിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. യോഹന്നാൻ 6:38 യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശുനാഥൻ വീണ്ടും വരുന്നത് നമ്മെയും കൂട്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കൽ എത്തുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ 14:1-5 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു എന്ന് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു മറുപടി പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യേശുവാകുന്ന പ്രകാശത്തിൻ്റെ വഴിയിലൂടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ പിതാവിൻ്റെ പക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കും. അവർക്കുള്ളതാണ് സ്വർഗത്തിലുള്ള നിത്യജീവിതം. ദൈവത്തിൻ്റെ വചനം പാലിക്കാതെ, കൽപ്പനകൾ പാലിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർ ആത്മാവിൽ മരിച്ചവരാണ്. അവർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ലൂക്ക 21-ാം അധ്യായം 32-36 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. നമുക്ക് ഈ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നിത്യമായ ജീവിതം സ്വർഗത്തിലാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന ബോധ്യത്തോടെ അനുദിനം ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.